ടേമാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. എന്താണ്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു പാത്രത്തിൽ KCl എടുത്തു. അതൊരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ് അല്ലേ? പൊട്ടാസ്യം ക്ലോറൈഡ് എന്ന് പറയുന്നത് അതൊരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. ഈ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിലേക്ക് ഇതിങ്ങനെ നല്ലിങ്ങനെ കട്ടി കൂടിയ ഒരു സൊല്യൂഷനാണ്. അതല്ലേ സൊല്യൂഷനല്ല ഒരു ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറേ വെള്ളം ആഡ് ചെയ്ത് അതിൻ്റെ കോൺസെൻട്രേഷൻ 0 ആക്കി. കോൺസെൻട്രേഷൻ 0 ആക്കി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കോൺസെൻട്രേഷൻ 0 ആക്കി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതെന്തായി? അത്രയും ഡൈല്യൂട്ട് ചെയ്തു എന്നർത്ഥം അല്ലേ? അത്രയും നേർപ്പിച്ചു. അങ്ങനെ നേർപ്പിച്ചാൽ അപ്പോൾ ഇതിൻ്റെ ഉണ്ടാകുന്ന, അങ്ങനെ നല്ലോണം നേർപ്പിച്ചപ്പോൾ ഇതിൻ്റെ കണ്ടക്ടിവിറ്റിയുടെ വാല്യൂ ആണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന കണ്ടക്ടിവിറ്റിയുടെ വാല്യൂവിനെ പറയുന്ന പേരാണ് എന്ത്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്, ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ എന്ത് ചെയ്തു? 0 ആക്കി. അതായത് അതിനർത്ഥം കുറേ വെള്ളം പാർന്നിട്ട് അത് നല്ലോണം ഡൈല്യൂട്ട് ചെയ്തു. അങ്ങനെ ഉണ്ടാവുമ്പോൾ ഉള്ള ആ ഇലക്ട്രോലൈറ്റിൻ്റെ കണ്ടക്ടിവിറ്റിയുടെ വാല്യൂവിനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ആ കണ്ടക്ടിവിറ്റീനെ പറയുന്ന പേരാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്താണ്? ഇറ്റ് ഈസ് ദ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി വെൻ കോൺസെൻട്രേഷൻ അപ്രോച്ചസ് 0 ഈസ് കോൾഡ് ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ? അതായത് കോൺസെൻട്രേഷൻ 0 ആക്കുമ്പോൾ ആ ഇലക്ട്രോലൈറ്റിൻ്റെ കണ്ടക്ടിവിറ്റിയുടെ വാല്യൂ, അതാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കോൾ-റാഷിയോസ് ലോ. എന്താണ് കോൾ-റാഷിയോസ് ലോ? എന്താണ് കോൾ-റാഷിയോസ് ലോ എന്ന് നമുക്ക് നോക്കി നോക്കാം. ഇപ്പോൾ ഒരു പാത്രത്തിൽ ഒരു ബീക്കർ എടുത്തു ഞാനിവിടെ. ഈ ബീക്കറിൽ സോഡിയം ക്ലോറൈഡ് ഇലക്ട്രോലൈറ്റ് ആണെന്ന് വിചാരിച്ചോ. സോഡിയം ക്ലോറൈഡ്, അതിൽ എന്തൊക്കെ ഉണ്ടാകും? Na+ ഉണ്ടാകും, Cl- ഉണ്ടാകും ഇല്ലേ? ഇനി ഇവിടെ പറയുന്നത് എന്താണ്? ഈ കോൾ-റാഷിയോസ് ലോ പറയുന്നത് എന്ന് വെച്ചാൽ, ഈ സോഡിയം ക്ലോറൈഡിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്, നോക്കി നോക്കൂ, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി of sodium chloride will be equal to limiting molar conductivity of Na+ അയോണിൻ്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് Cl- അയോണിൻ്റെയും തുകക്ക് തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇപ്പോൾ നോക്കി നോക്കൂ, എന്താ അവിടെ പറയുന്നത്? അതായത് സോഡിയം ക്ലോറൈഡിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ വാല്യൂ. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? അപ്പോൾ അതായത് കോൺസെൻട്രേഷൻ 0 ആക്കുമ്പോൾ ഉള്ള വാല്യൂ ഇല്ലേ? അപ്പോൾ അത് എന്തിന് ഈക്വൽ ആയിരിക്കും?
ഈ Na+ അയോണിൻ്റെ മാത്രം എടുത്തിട്ട് Na+ അയോണിൻ്റെ കോൺസെൻട്രേഷൻ 0 ആക്കിയപ്പോൾ ഉള്ള വാല്യൂ, അതായത് അതിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിക്കും Cl- ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റീൻ്റെയും കൂടി സമ്മേക്കാരം എന്ത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ദി സോഡിയം ക്ലോറൈഡ് എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ ലിമിറ്റിംഗ്, അതായത് ഈ സോഡിയം ക്ലോറൈഡിലുള്ള അയോൺസ് ആണ് Na+ൻ്റെയും Cl-ഉം. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയും ഇതിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയും കൂട്ടിയാൽ കിട്ടുന്ന തുകയായിരിക്കാം ഇതിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി 5 ആണെന്ന് വിചാരിക്കുക, ഇതിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി 6 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്തായിരിക്കും? 5 + 6 = 11. അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ കോൾറുവാഷേഴ്സ് ലോ പറയുന്നത് ഇതാണ്, ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് അതിലുള്ള അയോണുകളുടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ വാല്യൂവിൻ്റെ സമ്മിന് തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത ടേമാണ് ഇലക്ട്രോളിസിസ്. എന്താണ് ഇലക്ട്രോളിസിസ്? ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ടെന്ന് വിചാരിച്ചോ, ഇത് സോഡിയം ക്ലോറൈഡ് ആണ്, അല്ലെങ്കിൽ നമ്മളെ സിങ്ക് സൾഫേറ്റ് ആണ്. സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനാണ്. അതിലേക്ക് ഒരു മെറ്റൽ നമ്മൾ ഡിപ്പ് ചെയ്തിട്ട് അതിനെ നമ്മൾ കറൻറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നു, കറൻറ്റ് കൊടുക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ഈ മെറ്റൽ കൂടി കറൻറ്റ് വന്നിട്ട് ഇതിലുള്ള ഈ ഇലക്ട്രോലൈറ്റിലുള്ള ഇലക്ട്രോലൈറ്റ് എന്ത് ചെയ്യും? അയോണുകളായിട്ട് ഡിക്കമ്പോസ് ചെയ്യും. മനസ്സിലായോ? അയോണുകളായിട്ട് ഡിക്കമ്പോസ് ചെയ്യും. അതായത് Zn2+ഉം SO4 2- ആയിട്ട് ഡിക്കമ്പോസ് ചെയ്യും. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. എന്താണ് ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞാൽ? ഒരു ഇലക്ട്രോലൈറ്റിക്ക് നമ്മൾ എന്ത് ചെയ്തു? കറൻറ്റ് പാസ് ചെയ്ത് കൊടുത്തു, കറൻറ്റ് പാസ് ചെയ്യിപ്പിച്ചു. അപ്പോൾ എന്ത് ചെയ്യും? ആ ഇലക്ട്രോലൈറ്റിലുള്ള ഇലക്ട്രോലൈറ്റ്സിലുള്ള അയോൺസ് എന്ത് ചെയ്യും? ഡിക്കമ്പോസ് ചെയ്യും. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കെമിക്കൽ ഡിക്കമ്പോസിഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റ് എന്ത് ചെയ്യുക? കെമിക്കലി ഡിക്കമ്പോസ് ചെയ്യുക. എങ്ങനെ? ബൈ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് കോൾഡ് ഇലക്ട്രോളിസിസ്. അതിനെ പറയുന്ന പേരാണ് ഇലക്ട്രോളിസിസ്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റാണ്. ഒരു ഇലക്ട്രോലൈറ്റിക്ക് നമ്മൾ കറൻറ്റ് കൊടുത്തു, ഒരു ഇലക്ട്രോഡ് വഴി നമ്മൾ ഇലക്ട്രോലൈറ്റിക്ക് കറൻറ്റ് കൊടുത്തു. അപ്പോൾ അതിലുള്ള ഇലക്ട്രോലൈറ്റ്സിലുള്ള അയോൺസ് അതെന്ത് ചെയ്യുക? കെമിക്കലി ഡിക്കമ്പോസ് ചെയ്യുക. അതായത് Zn2+ഉം SO4 2- ആയിട്ട് വേർപിരിഞ്ഞ് നിൽക്കുക. അങ്ങനെയുള്ള ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇലക്ട്രോളിസിസ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രോളിസിസുമായി ബന്ധപ്പെട്ടിട്ട് 2 ലോസ് ഉണ്ട്. അതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റത്തെ ലോ ആണ്. അത് ഈ ഇലക്ട്രോളിസിസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലോകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഫാരഡേ ആണ്. ഫാരഡേ. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഫാരഡേസ് ഫസ്റ്റ് ലോ. ഫാരഡേയുടെ ഫസ്റ്റ് ലോ. ഫാരഡേസ് ഫസ്റ്റ് ലോ. ഫാരഡേസ് ഫസ്റ്റ് ലോയിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റാണ്.
ഇപ്പം നമ്മുടെ സിങ്ക് സൾഫേറ്റ് തന്നെ എടുക്കാം. നമ്മുടെ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തു. അതിലേക്ക് നമ്മൾ കറണ്ട് പാസ് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ ഇലക്ട്രോളിസിസ് വഴി നമ്മൾ കറണ്ട് പാസ് ചെയ്യിപ്പിക്കുകയാണ്. ഇതൊരു സെല്ലൊക്കെ കേട്ടോ. അങ്ങനെ ഇലക്ട്രോളിസിസ് വഴി കറണ്ട് പാസ് ചെയ്യിപ്പിച്ചു. അപ്പം നോക്കി നോക്കൂ, അപ്പം എന്ത് ചെയ്യും? കറണ്ട് പാസ് ചെയ്യിപ്പിക്കുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഇത് Zn2+ഉം SO4 2- അയോണുകളുമായിട്ട് ഇത് ഡിക്കമ്പോസ് ചെയ്യൂലേ, കെമിക്കലി ഡിക്കമ്പോസ് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്യും? ഈ ഇലക്ട്രോഡിൻ്റെ അടുത്ത് ഇങ്ങനെ കിടക്കും ഇല്ലേ, കിടക്കൂലേ? അപ്പോൾ അത് ഈ ഫാരഡേസ് ഫസ്റ്റ് ലോ എന്താ പറയുന്നത് എന്നറിയോ? കുറേ കറണ്ട് നമ്മളിവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? കുറേ അയോണുകളായിട്ട് ഡിക്കമ്പോസ് ചെയ്യും ഇല്ലേ? കുറച്ച് കറണ്ട് മാത്രമേ കൊടുക്കുന്നത് വെച്ചെങ്കിൽ കുറച്ച് അയോണുകളായിട്ടേ അത് ഡിക്കമ്പോസ് ചെയ്യുള്ളൂ. കൂടുതൽ കറണ്ട് കൊടുത്താൽ കൂടുതൽ അയോൺസ് ആയിട്ട് അത് ഡിക്കമ്പോസ് ചെയ്തിട്ട് അത് ഇവിടെ എന്ത് ചെയ്യും? ഇലക്ട്രോഡിൻ്റെ അടുത്ത് അവിടെ അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് നിൽക്കും. അല്ല, കുറച്ച് കറണ്ടേ കൊടുക്കുന്നു വെച്ചെങ്കിൽ കുറച്ച് മാത്രമേ അയോണുകളായിട്ട് ഡിക്കമ്പോസ് ചെയ്യുള്ളൂ. അതാണ് പറയുന്നത് mass of a substance liberated at the electrode is directly proportional to the quantity of electricity passed through the electrolyte solution. അപ്പോൾ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനിലേക്ക് പാസ് ചെയ്ത കറണ്ടിനനുസരിച്ചിട്ടാണ് ഇവിടെ മാസ് ഓഫ് ദി ഇലക്ട്രോഡിൻ്റെ അടുത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഇതിൻ്റെ മാസ് എന്ന് പറയുന്നത്, അയോണുകളുടെ മാസ്. അപ്പോൾ എന്താവും? അത് നമുക്ക് അയാളൊരു റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? W ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q. W എന്ന് പറയുന്നത്, Q എന്ന് പറയുന്നത് ചാർജ്, അതായത് ക്വാണ്ടിറ്റി ഓഫ് ദി ചാർജ്. W എന്ന് പറയുന്നത് പിന്നെ അത് ഇവിടെയുള്ള ഇലക്ട്രോഡിൻ്റെ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അയോൺസിൻ്റെ വെയിറ്റ്. അപ്പോൾ എന്താണ്? ഈ ക്വാണ്ടിറ്റി ഓഫ് ദി ഇലക്ട്രിസിറ്റി കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഇലക്ട്രോഡിൻ്റെ അടുത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഇതിൻ്റെ വെയിറ്റും കൂടും എന്നാണ് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റാണ് ഫാരഡേസ് ഫസ്റ്റ് ലോ പറയുന്നത്. എന്താണ്? കുറേ കറണ്ട് കൊടുത്താൽ കുറേ ആ ഇലക്ട്രോലൈറ്റിലുള്ള അയോൺസ് ഒരുപാട് ഡിക്കമ്പോസ് ചെയ്യും. എന്നിട്ട് ആ ഇലക്ട്രോഡിൻ്റെ അടുത്ത് എന്ത് ചെയ്യും? ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് നിൽക്കും. മനസ്സിലായോ? അപ്പോൾ പറയുന്നത് ഇതാണ്, ക്വാണ്ടിറ്റി ഓഫ് ദി കറണ്ടിനനുസരിച്ചിട്ട് ഇവിടെ അക്യുമുലേറ്റ് ചെയ്യുന്ന അയോൺസിൻ്റെ മാസും വ്യത്യാസപ്പെടും. അതായത് ഒരുപാട് കറണ്ട് കൊടുത്തുകൊണ്ടെന്നുണ്ടെങ്കിൽ കുറേ അയോൺസ് ഇലക്ട്രോഡിൻ്റെ അടുത്ത് ഡെപ്പോസിറ്റ് ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രമേ ഉള്ളൂ. അതാണ് ഇവിടെ W ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q. ഇനി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും Q ഈസ് ഈക്വൽ ടു I × T ആണ്, കറണ്ട് ഇൻറ്റു ടൈം ആണെന്ന് പഠിച്ചിട്ടുണ്ടാകും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? W ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I × T എന്ന് എഴുതാം. ഇനി നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? W ഈക്വൽ ടു Z ഇൻറ്റു I × T. I എന്ന് പറഞ്ഞാൽ കറണ്ട്, T എന്ന് പറഞ്ഞാൽ ടൈം കേട്ടോ. ഇനി ഈ Z-നെ പറയുന്ന പേരാണ് ഇവിടെ എന്ത്? ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻ്റ് എന്ന് പറയുന്നത്. എന്താണ്? Z-ന് ഒരു കോൺസ്റ്റൻ്റ് ആണ് Z. ആ കോൺസ്റ്റൻറ്റിന് പറയുന്ന പേരാണ് ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻ്റ്. ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻ്റ്. പിന്നെ നിങ്ങൾക്ക് ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞാൽ ഒന്നും കൂടിയും പറയാം. ഇലക്ട്രോളിസിസ് എന്താണ്? ഒരു ഇലക്ട്രോലൈറ്റിക്ക് നമ്മൾ ഒരു ഇലക്ട്രോഡ് വഴി കറണ്ട് കൊടുക്കുമ്പോൾ ആ ഇലക്ട്രോലൈറ്റിലുള്ള അയോൺസ് എന്ത് ചെയ്യും? ഡിക്കമ്പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഈ മെറ്റലിൻ്റെ അടുത്ത്, അതായത് ഇലക്ട്രോഡിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യും അല്ലേ? അപ്പോൾ ആ ഒരു ഇതിനെ പറയുന്ന, ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. അതിലുള്ള ഫസ്റ്റത്തേതാണ് ഫാരഡേസ് ഫസ്റ്റ് ലോ. ഫാരഡേസ് ഫസ്റ്റ് ലോ പറയുന്നത് കറണ്ടിനനുസരിച്ചിട്ട്, നൽകുന്ന കറണ്ടിനനുസരിച്ചിട്ട് ഇലക്ട്രോഡിൻ്റെ അടുത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന അയോണുകളുടെ വെയിറ്റും കൂടും എന്നാണ് പറയുന്നത്. അതാണ് വെയിറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്വാണ്ടിറ്റി ഓഫ് ദി ചാർജ്.
അതിൽ വെയിറ്റ് സി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂ എന്ന് പറഞ്ഞാൽ കറൻറ്റ് ഇൻറ്റു ടൈം ആണെന്ന് നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ W ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I ഇൻറ്റു ടി. W ഈക്വൽ ടു ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണലിന് മാറ്റായി പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് നമ്മളിവിടെ കൊടുത്തു. അതാണ് Z ഇൻറ്റു I ഇൻറ്റു ടി. Z എന്ന് പറയുന്നത്. ഇനി നമുക്ക് എടുക്കാനുള്ളത് ഫാരഡേസ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. ഫാരഡേസ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. ഫാരഡേസ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് അതെന്താന്ന് നമുക്ക് നോക്കി നോക്കാം. ഫാരഡേസ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. ഇത് പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ പറയണം. KClന്റെ ഇക്വാലൻ്റ് മാസ് 74.5 ആണെന്നും ഓർത്ത് വെക്കുക. സോഡിയം ക്ലോറൈഡിൻ്റെ ഇക്വാലൻ്റ് മാസ് 58.5 ആണെന്ന് മനസ്സിലാക്കുക. സോഡിയം ക്ലോറൈഡിൻ്റെ ഇക്വാലൻ്റ് മാസ് ഒക്കെ പഠിച്ചിട്ടില്ലേ? അതെത്രയാണ്? 58.5 ആണ്. പൊട്ടാസ്യം ക്ലോറൈഡിൻ്റെ എത്രയാണ്? 74.5 ആണ്. അപ്പോൾ ആരുടെ കൂടുതൽ? പൊട്ടാസ്യം ക്ലോറൈഡിൻ്റെ ആണ് അല്ലേ? ഇനി എന്താണ് ഫാരഡേസ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് എന്ന് നോക്കാം നമുക്ക്. ഞാനൊരു ബീക്കർ എടുത്തു, 2 ബീക്കർ എടുത്തു കേട്ടോ. ഈ 2 ബീക്കറിൽ ഒന്നിൽ KCl ഇട്ടെടുത്തു, പൊട്ടാസ്യം ക്ലോറൈഡ് ഇട്ടെടുത്തു. രണ്ടാമത്തേൽ സോഡിയം ക്ലോറൈഡ് ഇട്ടെടുത്തു. എന്നിട്ട് ഒരു മെറ്റൽ വഴി ഇതിനെ ഇലക്ട്രോളിസിസ് ചെയ്തു കേട്ടോ. ഇലക്ട്രോളിസിസ് ചെയ്തു പറഞ്ഞാൽ എന്താണ്? അവിടെ ഡികമ്പോസിഷൻ നടന്നു അല്ലേ? സോഡിയം പ്ലസ് Cl മൈനസ് ആയിട്ടും K പ്ലസും Cl മൈനസ് ഒക്കെ ആയിട്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടാകും? അയോണുകൾ ഇങ്ങനെ വന്ന് എന്ത് ചെയ്തിട്ടുണ്ടാകും? ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാകും ഇങ്ങനെ ഇതാക്കിയിട്ട് അല്ലേ? ഇനി നമ്മൾ ഒരേ ക്വാണ്ടിറ്റി ചാർജാണ് ഞാനിവിടെ കൊടുത്തു എന്ന് വിചാരിച്ചു. ഇവിടെയും 5 ആംപിയർ കറൻറ്റ് കൊടുത്തു, ഇവിടെയും 5 ആംപിയർ കറൻറ്റ് കൊടുത്തു. അപ്പോൾ ഇവിടെയും അയോൺസ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാകും, ഇവിടെയും അയോൺസ് ഉണ്ടായിട്ടുണ്ടാകും അല്ലേ? നോക്കി നോക്കൂ, ഇവിടെ ഉണ്ടായ അയോൺസിൻ്റെ വെയിറ്റ് ആണോ ഇവിടെ ഉണ്ടായ അയോൺസിൻ്റെ വെയിറ്റ് ആണോ കൂടുതലുണ്ടാവുക? ഇവിടെ ഉണ്ടായ അയോൺസിൻ്റെ വെയിറ്റ് ആണോ ഇവിടെ ഉണ്ടായ അയോൺസിൻ്റെ വെയിറ്റ് ആണോ കൂടുതലുണ്ടാവുക? നിങ്ങൾക്ക് ഏതാ തോന്നുന്നത്? ഈ പൊട്ടാസ്യം ക്ലോറൈഡിൻ്റെ വെയിറ്റ് ആയിരിക്കും ഇല്ലേ? കാരണം എന്താ? പൊട്ടാസ്യം ക്ലോറൈഡിൻ്റെ വെയിറ്റ് 74.5 ആണ് ഇക്വലൻ്റ് വെയിറ്റ്. അപ്പോൾ നമ്മളിവിടെ ഒരേ ക്വാണ്ടിറ്റി ചാർജാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ എന്തായാലും ഇവിടെ അതായത് ഇവിടെ ഡിക്കമ്പോസ് ചെയ്ത പൊട്ടാസ്യം ക്ലോറൈഡിൻ്റെ അളവും ഇവിടെ ഡിക്കമ്പോസ് ചെയ്ത സോഡിയം ക്ലോറൈഡിൻ്റെ അളവും ഈക്വൽ ആയിരിക്കാം. പക്ഷേ ഈ ഒരു ഇതിൻ്റെ വെയിറ്റ് കൂടുതലാണ്, കുറച്ച് തടിയുള്ള ആളാണ് ആര്? പൊട്ടാസ്യം ക്ലോറൈഡ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് എന്തായിരിക്കും? കൂടുതലും ഇതിൻ്റെ വെയിറ്റ് കുറവായിരിക്കും. അതാണ് ഫാരഡേസ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് പറയുന്നത്. എന്താണ്? സെയിം ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ആണ് നമ്മൾ കൊടുക്കുന്നത് വെച്ചെങ്കിൽ, ഇലക്ട്രോളിസിസിൽ സെയിം ക്വാണ്ടിറ്റി ഓഫ് കറണ്ട് ആണ് കൊടുക്കുന്നത് വെച്ചെങ്കിൽ അത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും? അവരുടെ ഇക്വാലൻ്റ് മാസസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. മനസ്സിലായോ? അതായത് സെയിം ക്വാണ്ടിറ്റി ഓഫ് ചാർജാണ് കറണ്ടാണ് നമ്മൾ കൊടുത്തത് വെച്ചെങ്കിൽ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടാകും? ഇവിടെ ഡിക്കമ്പോസിഷൻ നടന്നിട്ടുണ്ടാകും. ആ ഡിക്കമ്പോസിഷൻ ചെയ്തതിൻ്റെ മാസ് എന്ന് പറയുന്നത് മാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇക്വാലൻ്റ് മാസസ്. അവരുടെ റെസ്പെക്റ്റീവ് ഇക്വാലൻ്റ് മാസസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നാണ് ഫാരഡേസ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് പറയുന്നത്. ഓക്കെ, ഒന്നും കൂടി പറയാം. സെയിം ക്വാണ്ടിറ്റി കറണ്ടാണ് കൊടുത്തത്, സെയിം ക്വാണ്ടിറ്റി കറണ്ടാണ് രണ്ടിടത്തും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അതായത് ഇലക്ട്രോഡിന് ചുറ്റും ഡിക്കമ്പോസിഷൻ നടന്നിട്ട് ഉണ്ടായ അയോൺസിൻ്റെ മാസ് ഏതിലായിരിക്കും കൂടുതൽ? ഈ KClലാണ് കൂടുതൽ. അതിന് അർത്ഥം എന്താണ്? അതിലാണ് ഇക്വാലൻ്റ് മാസ് കൂടുതൽ അല്ലേ? അപ്പോൾ ഇവിടെ ഉണ്ടായ മാസിൻ്റെ അളവ് എന്ന് പറയുന്നത് അളവ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദയർ ഇക്വാലൻ്റ് മാസസ്. അതാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഏതാണ്? ബാറ്ററീസ്. അതിൽ നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത്.
ബാറ്ററീസ് 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? പ്രൈമറി സെൽസും സെക്കൻഡറി സെൽസും. ഏതൊക്കെയാണ്? പ്രൈമറി സെൽസും സെക്കൻഡറി സെൽസും. പ്രൈമറി സെൽസും സെക്കൻഡറി സെൽസും. എന്താ പ്രൈമറി സെൽസിൻ്റെ പ്രത്യേകത? നമ്മളിപ്പോൾ ചില ബാറ്ററികളൊക്കെ ഒരു വട്ടം ഉപയോഗിച്ചാൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ? ഇപ്പോൾ നമ്മൾ ക്ലോക്കിലൊക്കെ ഇടുന്ന ബാറ്ററികൾ അതൊക്കെ നമുക്ക് അതിൻ്റെ ഒരു നിശ്ചിത കാലാവധി കഴിഞ്ഞാൽ ആയുസ് തീർന്നാൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഇല്ലേ? അപ്പോൾ അങ്ങനത്തെ ബാറ്ററികളാണ് പ്രൈമറി സെൽസിൽ പെടുക. പക്ഷേ സെക്കൻഡറി സെൽസിൻ്റെയോ ഇപ്പോൾ നമ്മൾ മൊബൈലിലൊക്കെ ഉള്ള ബാറ്ററി അല്ലേ? ഈ മൊബൈലിലുള്ള ബാറ്ററി എങ്ങനെയാണ്? ചാർജ് തീർന്നാൽ വീണ്ടും നമുക്ക് ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇല്ലേ? അപ്പോൾ അങ്ങനത്തെ സെൽസാണ് ഏത്? സെക്കൻഡറി സെൽസിൽ പെടുക. അപ്പോൾ പ്രൈമറി സെൽസിൻ്റെയും സെക്കൻഡറി സെൽസിൻ്റെയും ഡിഫറൻസ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കി നോക്കാം. ഓക്കെ. യൂസ് ഓൺലി വൺ ടൈം ഇല്ലേ? ഒരു സമയം മാത്രം നമുക്ക് യൂസ് ഓൺലി വൺസ്, ഒരൊറ്റ സമയത്ത് മാത്രമേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇവിടെ സെക്കൻഡറി സെൽസോ യൂസ് എഗെയിൻ ആൻഡ് എഗെയിൻ, വീണ്ടും വീണ്ടും നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും ഇല്ലേ? എഗെയിൻ ആൻഡ് എഗെയിൻ, വീണ്ടും വീണ്ടും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെയോ ഇനി പ്രൈമറി സെൽസിൻ്റെ എന്തായിരിക്കും? റിഡോക്സ് റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഓൺലി വൺ ടൈം. Redox reaction takes place only one time. Only one time. ഒരു സമയത്ത് മാത്രമേ നമുക്ക് ഒരു റിഡോക്സ് റിയാക്ഷൻ ഇവിടെ ഒരു സമയത്ത് മാത്രമേ നടക്കാൻ പറ്റുള്ളൂ. They can be recharged. They can be recharged. ഇവിടെ എഴുതാം. They can be recharged by passing electric current. Bypassing electric current. ഇലക്ട്രിക് കറണ്ട് കൊണ്ട് നമുക്ക് വീണ്ടും വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും? റീചാർജ് ചെയ്യാൻ പറ്റും. ഇവിടെ റിഡോക്സ് റിയാക്ഷൻ ഒരൊറ്റ സമയത്ത് മാത്രമേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇറ്റ് ഈസ് യൂസ്ഡ് ഓൺലി ഇൻ വൺ ടൈം. പക്ഷേ മറ്റെടുത്തോ വീണ്ടും വീണ്ടും നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കൊണ്ട് ഇത് നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ നമുക്ക് പറ്റും. പിന്നെയോ ഇത് കുറച്ച് കാലം കഴിഞ്ഞാൽ ഈ പ്രൈമറി സെൽസ് എന്ത് ചെയ്യും? നശിച്ചു പോകും ഇല്ലേ? അതാണ് ഇവിടെ എഴുതുന്നത്. ക്യാൻ ബിക്കം ഡെഡ്. ക്യാൻ ബിക്കം ഡെഡ് ആഫ്റ്റർ എ പീരിയഡ് ഓഫ് ടൈം. ക്യാൻ ബിക്കം ഡെഡ് ആഫ്റ്റർ എ പീരിയഡ് ഓഫ് ടൈം. ഒരു ടൈം പീരിയഡിൽ എന്ത് ചെയ്യും? ഇത് നശിച്ചു പോകും. പക്ഷേയോ മറ്റേതോ അങ്ങനെ നശിക്കൂല. നോട്ട് ഡെഡ് ഈസിലി, പെട്ടെന്ന് അങ്ങനെ നശിച്ചു പോകുന്നില്ല, നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. ഇനി പ്രൈമറി സെൽസിൻ്റെ എക്സാമ്പിൾ ഏതാണ്? ഇത് നേരെ പഠിച്ചു വെക്കുക. ഡ്രൈ സെൽ, പിന്നെ അതുപോലെ തന്നെ മെർക്കുറി സെൽസ്. ഡ്രൈ സെല്ലും മെർക്കുറി സെല്ലും. ഇതിൻ്റെ എക്സാമ്പിളാണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററി. ഏതാണ്? ലെഡ് സ്റ്റോറേജ് ബാറ്ററി. ലെഡ് സ്റ്റോറേജ് ബാറ്ററി. മറ്റേതോ നിക്കൽ കാഡ്മിയം സെൽ. നിക്കൽ കാഡ്മിയം സെൽ. നിക്കൽ കാഡ്മിയം സെൽ. അപ്പോൾ ബാറ്ററീസ് 2 തരത്തിലുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി സെൽസ് ആൻഡ് സെക്കൻഡറി സെൽസ്. പ്രൈമറി സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരൊറ്റ പ്രാവശ്യം അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലേ? ഇപ്പോൾ വാച്ചിലും പിന്നെ അതുപോലെ തന്നെ മറ്റു ചെറിയ ചെറിയ സാധനങ്ങളിലൊക്കെ, ഇപ്പോൾ ടോയ്സിലൊക്കെ ഇടുന്ന ബാറ്ററീസ് അല്ലേ? അതൊക്കെ എന്താണ്? ഒരൊറ്റ ടൈമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതാണ് യൂസ് ഓൺലി വൺസ് എന്ന് എഴുതിയിട്ടുള്ളത്. പിന്നെ അതിലൊക്കെ റിയാക്ഷൻ ഒരൊറ്റ ടൈമേ നടക്കുള്ളൂ. അതാണ് റിഡോക്സ് റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഓൺലി വൺ ടൈം എന്ന് എഴുതിയിരിക്കുന്നത്. പിന്നെ കുറച്ച് സമയം കൊണ്ട് തന്നെ അതെന്ത് ചെയ്യും? ഡെഡ് ചെയ്യും, മരിച്ചു പോകും അല്ലേ? അതായത് അത് നശിച്ചു പോകും. മറ്റേതോ വീണ്ടും വീണ്ടും മൊബൈലിലൊക്കെ ഉള്ള ബാറ്ററി അല്ലേ? അത് വീണ്ടും യൂസ് എഗെയിൻ ആൻഡ് എഗെയിൻ, നമുക്ക് ആദ്യത്തെ ചാർജ് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും.
അതിനുള്ള എക്സാമ്പിൾ ആണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററി, നിക്കൽ കാഡ്മിയം സെല്ല്. മറ്റ് പ്രൈമറി സെൽസിനുള്ള എക്സാമ്പിൾ ആണ് ഡ്രൈ സെല്ലും മെർക്കുറി സെല്ലും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നേരെ പഠിച്ചു വെക്കുക കേട്ടോ. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വേറെ ഒന്നാണ് ഫ്യൂവൽ സെൽസ്. ഫ്യൂവൽ സെൽസ്, വാട്ട് ഈസ് ഫ്യൂവൽ സെൽസ്? 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ഫ്യൂവൽ സെൽസ് എന്താണ് ഫ്യൂവൽ സെൽസ് എന്ന് നമുക്ക് നോക്കി നോക്കാം. ഇപ്പോൾ കമ്പഷൻ, അതായത് ഫ്യൂവൽസ് ഒക്കെ കമ്പഷൻ ചെയ്തിട്ട് അല്ലെ, ഫ്യൂവൽസ് ഒക്കെ ഇന്ധനങ്ങളൊക്കെ കത്തിച്ചിട്ട് അതിൻ്റെ എനർജി ഉപയോഗിച്ച് ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റിയിട്ട് അങ്ങനെയുള്ള ഒരു ഡിവൈസാണ് ഇത് ഫ്യൂവൽ സെല്ല് എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യും? അതായത് ഫ്യൂവൽ സെല്ല് എന്താണ്? അതൊരു ഡിവൈസാണ്. അതെന്ത് ചെയ്യും? വിച്ച് കൺവേർട്ട് എനർജി പ്രൊഡ്യൂസ്ഡ് ബൈ ദി കമ്പഷൻ ഓഫ് ഫ്യൂവൽ ഡയറക്ട്ലി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ അത് എഴുതി വെക്കുക, അങ്ങനെ തന്നെ അങ്ങോട്ട് എഴുതി വെച്ചോണ്ട് കേട്ടോ. ഫ്യൂവൽസ് ഓഫ് എന്താണ് ഫ്യൂവൽ സെല്ല് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഫ്യൂവലൊക്കെ കത്തിച്ചിട്ടുണ്ടാകുന്ന എനർജി ഉണ്ടാകുമല്ലോ, ഫ്യൂവല് കമ്പഷൻ ചെയ്തിട്ടുണ്ടായ എനർജി ഇല്ലേ, അതിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഒരു ഡിവൈസാണ് ഏത് ഫ്യൂവൽ സെല്ല് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്യൂവൽ സെൽ എന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ പരീക്ഷയ്ക്ക് അപ്പം തന്നെ എഴുതി വെക്കുക. ഫ്യൂവൽ സെൽ ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്ട് എനർജി പ്രൊഡ്യൂസ്ഡ് ബൈ ദി കമ്പഷൻ ഓഫ് ഫ്യൂവൽ ഡയറക്ട്ലി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഇപ്പം നമ്മുടെ ഗാൽവാനിക് സെൽ എങ്ങനെയായിരുന്നു? കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഡിവൈസ് അല്ലേ ഗാൽവാനിക് സെല്ല്. അപ്പോൾ ഫ്യൂവൽ സെൽ എങ്ങനെയാണ്? അതായത് ഫ്യൂവലുകളൊക്കെ കമ്പഷൻ ചെയ്തിട്ട് കത്തിയിട്ടുണ്ടാകുന്ന ആ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഒരു ഡിവൈസാണ് എന്ത് ഫ്യൂവൽ സെല്ല് എന്ന് പറയുന്നത് കേട്ടോ. അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് എന്ത് H2O2 ഫ്യൂവൽ സെൽ. എന്താണ് H2O2 ഫ്യൂവൽ സെൽ? അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും വാട്ട് ഈസ് ഫ്യൂവൽ സെൽ, റൈറ്റ് ആൻ എക്സാമ്പിൾ. അപ്പോൾ ഇത്രയും നേരം ഇപ്പോഴത്തന്നെ പഠിച്ചു വെച്ചോളൂ. അതൊരു ഡിവൈസാണ്, ഗാൽവാനിക് സെല്ലിൻ്റെ പോലെ തന്നെയുള്ള ഒരു സെല്ലാണ് ഫ്യൂവൽ സെല്ലും. ഇവിടെ എങ്ങനെയാണ് എനർജി കൺവേർഷൻ നടക്കുന്നത്? ഫ്യൂവല് കമ്പഷൻ ചെയ്തിട്ടുള്ള എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ് എന്ത് ഫ്യൂവൽ സെല്ല് എന്ന് പറയുന്നത്. അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് H2O2 ഫ്യൂവൽ സെൽ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ഫ്യൂവൽ സെല്ലിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഫ്യൂവൽ സെല്ല് മറ്റേ ഡ്രൈ സെല്ലിൻ്റെ പോലൊന്നല്ല. അതെന്താവും? അത് കുറേ കാലം നിലനിൽക്കും. ഫ്യൂവൽ സെൽസ് ഹാവ് ലോങ് ലൈഫ്. എന്താണ് ലോങ് ലൈഫ്? ഒരുപാട് കാലം നിലനിൽക്കും. പിന്നെയോ ഇത് ഹൈലി എഫിഷ്യൻ്റ് ആണ്. ദേ ആർ ഹൈലി എഫിഷ്യൻ്റ് ആണ്. ഫ്യൂവൽ സെൽസിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പറയുന്നത്. അത് ദീർഘകാലം നിലനിൽക്കും, അതാണ് ലോങ് ലൈഫ് എന്ന് പറയുന്നത്. പിന്നെ ഹൈലി എഫിഷ്യൻ്റ് ആണത്. പിന്നെയോ ദേ ആർ പൊല്യൂഷൻ ഫ്രീ. അവ എന്താണ്? പൊല്യൂഷൻ ഫ്രീ ആണ്. ദേ ആർ പൊല്യൂഷൻ ഫ്രീ, അതായത് മലിനീകരണത്തിനൊന്നും സാധ്യതയില്ല. പ്രൈമറി സെല്ലും ഡ്രൈ സെല്ലും പ്രൈമറി സെൽസൊക്കെ എന്തായാലും മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. പക്ഷെ ഇത് അങ്ങനെ മലിനീകരണത്തിനൊന്നും കാരണമാകുന്നില്ല. അപ്പോൾ അതാണ് ഫ്യൂവൽ സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടിയും ഫ്യൂവൽ സെൽസ് എന്ന് പറയുന്നത് അവിടെ എങ്ങനെയാണ് എനർജി കൺവേർഷൻ എങ്ങനെയാണ്? അതായത് ഫ്യൂവൽ കമ്പഷൻ ചെയ്തിട്ട് ആ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റിയാണ് ഫ്യൂവൽ സെല്ലിൽ നടക്കുന്നത്. ഈ ഫ്യൂവൽ സെല്ലിൽ H2O2 ഫ്യൂവൽ സെല്ലാണ് അതിനൊരു എക്സാമ്പിൾ. അതിൻ്റെ അഡ്വാൻറ്റേജസ് ഇതൊക്കെയാണ്. അതിന് ദീർഘകാലമുള്ള ആയുസ് ഉണ്ട്, പിന്നെ ഹൈലി എഫിഷ്യൻ്റ് ആണ്, പൊല്യൂഷൻ ഫ്രീ ആണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലാസ്റ്റ് ടോപ്പിക്കാണ് കൊറോഷൻ. കേട്ടിട്ടില്ലേ? ഇപ്പം നിങ്ങൾ കണ്ടിട്ടില്ലേ ഇരുമ്പൊക്കെ തുരുമ്പ് പിടിക്കുന്നത് ഇല്ലേ? അതായത് അതന്നെയാണ് കൊറോഷൻ എന്ന് പറഞ്ഞാൽ. എന്താണ് കൊറോഷൻ എന്ന് പറഞ്ഞാൽ? മെറ്റൽസ് ഡിസ്ട്രക്റ്റ് ചെയ്യുക, നശിച്ചു പോവുക ഡ്യൂ ടു ദ അറ്റാക്ക് ഓഫ് അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ്. എന്താണ്? ഡിസ്ട്രക്ഷൻ ഓഫ് മെറ്റൽസ്.
മെറ്റൽസ് നശിച്ചു പോവുക. ഡിസ്ട്രക്ഷൻ ഓഫ് മെറ്റൽസ് ഡ്യൂ ടു അറ്റാക്ക് ഓഫ് അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് അല്ലേ? അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് കാരണം അതിൻ്റെ അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് ആൻഡ് മോയ്സ്ചർ, അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് ആൻഡ് മോയ്സ്ചർ, അതായത് അറ്റ്മോസ്ഫിയറിക് ഗ്യാസസിൻ്റെയും അതുപോലെ തന്നെ മോയ്സ്ചറിൻ്റെയും ഒക്കെ കാരണം മെറ്റൽസ് നശിച്ചു പോവുക. ഇപ്പോൾ ഇരുമ്പൊക്കെ തുരുമ്പൊടിക്കുന്നില്ലേ, എന്താ അതിങ്ങനെ ഇരുമ്പ് എയറിൽ വെച്ചാൽ ആ എയർ ഇരുമ്പുമായിട്ട് അറ്റാക്കിങ് നടക്കുകയാണ് അല്ലെ, അവിടെ ഒരു റിയാക്ഷൻ നടക്കുകയാണ്. അങ്ങനെയാണ് ഇരുമ്പൊക്കെ തുരുമ്പ് പിടിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, മെറ്റൽസ് ഡിസ്ട്രാക്ട് ചെയ്യുക. എന്ത് കാരണം? ഈ ഇതിലുള്ള അറ്റ്മോസ്ഫിയറിലുള്ള എയറും മോയ്സ്ചറും ഒക്കെ അറ്റാക്ക് ചെയ്യുന്നത് കാരണം മെറ്റൽസ് നശിക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്? കൊറോഷൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഭാഗത്ത് പഠിക്കേണ്ടത് എങ്ങനെയാണ് നമുക്ക് കൊറോഷനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നാണ് പറയാൻ പോകുന്നത്. നോക്ക്, അതിന് 2 മെത്തേഡ് ഉണ്ട്, അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. പ്രിവെൻഷൻ ഓഫ് കൊറോഷൻ, പരീക്ഷയ്ക്ക് ചോദിക്കൂട്ടോ ചിലപ്പോൾ. പ്രിവെൻഷൻ ഓഫ് കൊറോഷൻ, എങ്ങനെയൊക്കെ നമുക്ക് കൊറോഷനെ പ്രിവെൻറ്റ് ചെയ്യാം? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഒന്നാമത്തെയാണ് ബാരിയർ പ്രൊട്ടക്ഷൻ. എന്താണ് ബാരിയർ പ്രൊട്ടക്ഷൻ? ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചതാട്ടോ, അതാണ് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത്, ബാരിയർ പ്രൊട്ടക്ഷൻ. ഇപ്പോൾ ബാരിയർ പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ജനലൊക്കെ തുരുമ്പിടിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ജനലൊക്കെ പെയിൻറ് ചെയ്ത് വെക്കൂലേ ഇല്ലേ? അങ്ങനത്തെ പ്രൊട്ടക്ഷൻ, അതാണ് ഏത്? ബാരിയർ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ അല്ലേ? മെറ്റൽസ് ഡിസ്ട്രക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെയിൻറ്റിങ് ചെയ്യാം അല്ലേ? അപ്പോൾ പെയിൻറ്റിങ്, അതാണ് പെയിൻറ്റിങ്. പിന്നെയാണ് ഏത്? സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ പറയുന്നത്. രണ്ടാമത്തെയാണ് സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ. സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ, സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ. സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മെറ്റൽ ഡിസ്ട്രക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ അയൺ ആയിക്കോട്ടെ, ഇരുമ്പിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ ഇരുമ്പ് നശിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരുമ്പിൻ്റെ മുകളിൽ ഇരുമ്പിനേക്കാൾ റിയാക്ടിവിറ്റി കൂടുതലുള്ള ഒരു വസ്തു ഇങ്ങനെ കോട്ട് ചെയ്യാം. ഇരുമ്പിനേക്കാൾ ഒന്നും കൂടി റിയാക്ടിവിറ്റി കൂടുതലുള്ള ഒരു വസ്തു നമ്മൾ എന്ത് ചെയ്യുക? അതിനു മുകളിൽ കോട്ട് ചെയ്യാം. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന അങ്ങനത്തെ ടൈപ്പ് ഓഫ് പ്രിവെൻഷനാണ് എന്ത്? സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് അതിന്? ഇപ്പോൾ അയേണിൻ്റെ മേലെ, ഇതിപ്പോൾ ഇരുമ്പാണ് ഇല്ലേ? ഇരുമ്പിൻ്റെ മേലെ നമ്മൾ ഇരുമ്പിനേക്കാൾ മോർ റിയാക്റ്റീവ് ആയിട്ടുള്ളതാണ് സിങ്ക് ഇല്ലേ? ഈ സിങ്ക് നമ്മളിങ്ങനെ കോട്ട് ചെയ്യുക. അതിൻ്റെ മേലെ സിങ്ക് ഇങ്ങനെ കോട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ ഒരു ലെയർ ഇതിൻ്റെ മേലെ നമ്മൾ, അപ്പോൾ ഈ അയേൺ നമുക്ക് തുരുമ്പിടിക്കൂല. അതിൻ്റെ പകരം സിങ്കാണ് ആദ്യം ഇതുമേ റിയാക്ട് ചെയ്യുക അല്ലേ? അപ്പോൾ ഇങ്ങനെ അയേണിൻ്റെ മേലെ സിങ്ക് റിയാക്ട് ചെയ്യുന്ന ഈ പ്രോസസ്സ്, സിങ്ക് ഇങ്ങനെ കോട്ട് ചെയ്യുന്ന ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഗാൽവനൈസേഷൻ. എന്താണ്? ഗാൽവനൈസേഷൻ. കേട്ടോ? അപ്പോൾ ഇത് പഠിച്ചു വെക്കുക. അപ്പോൾ കൊറോഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മൾ മെറ്റൽസ് അറ്റ്മോസ്ഫിയറിക് ഗ്യാസസിൻ്റെയും മോയ്സ്ചറിൻ്റെയും ഒക്കെ കാരണത്താൽ, അതിൻ്റെ ഒക്കെ പ്രവർത്തനം കൊണ്ട് മെറ്റൽസ് ഡിസ്ട്രക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കൊറോഷൻ എന്ന് പറയുക. കൊറോഷൻ എങ്ങനെ നമുക്ക് തടുക്കാം അല്ലെങ്കിൽ തടയാം? 2 മെത്തേഡാണ് ഞാനിവിടെ പറയുന്നത്. ഏതൊക്കെയാണ്? ബാരിയർ പ്രൊട്ടക്ഷനും സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷനും. ബാരിയർ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്തെങ്കിലും മെറ്റലിൻ്റെ മേലെ നമ്മൾ പെയിൻറ്റിങ് അങ്ങനത്തെ ഒക്കെ ചെയ്യുക, അതാണ് ബാരിയർ പ്രൊട്ടക്ഷൻ പറഞ്ഞാൽ. സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ പറഞ്ഞാൽ ഒരു മെറ്റലിൻ്റെ മേലെ വേറൊരു മെറ്റൽ, അതിനേക്കാൾ മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റൽ നമ്മൾ കോട്ട് ചെയ്യുക. അതിപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ അയേണിൻ്റെ മേലെ നമ്മൾ സിങ്ക് കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ സിങ്ക് അയേണിനേക്കാളും മോർ റിയാക്റ്റീവ് ആണ്. അപ്പോൾ ആദ്യം അതാണ് റിയാക്ഷനിൽ പങ്കെടുക്കുക, സിങ്ക്. അപ്പോൾ അയേണിന് വല്ലാതെ കേടൊന്നും വരില്ല, സിങ്ക് അയൺ അതിൻ്റെ ഉള്ളിലല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഗാൽവനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ.
അപ്പോൾ ഇതിൽ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നിങ്ങൾ ആ മറ്റേ ഗാൽവാനിക് സെല്ലും ഡാനിയൽ സെല്ലും അതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും ഒക്കെ. പിന്നെ കോർറാഷോസ് ലോ, ഫാരഡേസ് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായിട്ടില്ലെങ്കിൽ ക്ലാസ് മനസ്സിലായിട്ടില്ലെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക കേട്ടോ, വീണ്ടും ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇത്രയാണ് ഇലക്ട്രോ കെമിസ്ട്രി. ദാറ്റ്സ് ഓൾ. താങ്ക് യു.